ഒരുപാട് പാമ്പ് കടിയേറ്റു, കുട്ടികൾ മരിച്ചു, അതേപോലെ തന്നെ അവിടെ പാമ്പിനെ കണ്ടു, വിഷപ്പാമ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ഒരു വാർത്തകൾക്കിടയിൽ വേറെ ഒരു വിഷം വമിക്കുന്ന മറ്റൊരു വാർത്ത. ചെറുവണ്ണൂരിലെ ദർസ് കുട്ടികളെ ഭീകരവാദികളാക്കുന്ന വിവാദ സ്ഥാപനം. പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. ശശികലയുടെ പ്രസ്താവനയൊക്കെ ഉണ്ട്, ഞാനൊന്ന് വായിക്കാം. കുട്ടികളെ ഭീകരവാദികളാക്കുന്ന വിവാദ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്, ഭീകരബന്ധം, കുട്ടിക്കടത്ത് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക. അതായത് ED, NIA തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ച് നെട്ടിക്കുക, അതായത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ആ ഒരു ആശയത്തെ ഇവർ ഇതിലൂടെ ഒളിച്ചു കടത്തുകയാണ്. എന്നിട്ട് വരുതിയിലാക്കാനുള്ള അത്തരം ആസൂത്രിതമായ ശ്രമമാണ് അത്തരം പ്രസ്താവനകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പോസ്റ്റർ വായിച്ചു നോക്കൂ. രാജ്യത്തെ സേവിക്കുന്ന സൈനികൻ്റെ വീടാക്രമിച്ചു കള്ളക്കേസിൽ ജയിലിലാക്കിയെന്ന പച്ച നുണയാണ്. വീടൊന്നും ആരും ആക്രമിച്ചിട്ടില്ല, പ്രതിഷേധങ്ങൾ നടന്നു. നമ്മൾക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, ഈ ഭീകരവാദം മറ്റുള്ള സംഗതിയൊക്കെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞില്ല, രാജ്യത്തെ സേവിക്കുന്ന ഒരു സൈനികന് കുട്ടികൾ ചുമരെഴുത്ത് നടത്തുമ്പോൾ അവരെ മതപരമായി കണ്ടുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ ആക്രമിക്കാൻ ഏത് തീവ്രവാദ കേന്ദ്രത്തിൽ നിന്നാണ് ഇവനൊക്കെ പരിശീലനം കിട്ടിയിരുന്നത് എന്ന് ആദ്യം അന്വേഷിക്കണ്ടേ? അത് വേണ്ടേ? രാജ്യത്തെ സകല ജനങ്ങളെയും ഒരേ കണ്ണോടുകൂടി കണ്ടുകൊണ്ട് അവരെ സേവിക്കാനും രാജ്യത്തിന് കാവൽ നിൽക്കേണ്ട ഉത്തരവാദിത്തത്തിൽ അതിന് ഈ പറയുന്ന ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും നികുതി പണത്തിൽ നിന്ന് ഞാൻ ശമ്പളം വാങ്ങി നല്ലോണം മൃഷ്ടാനം എനിക്കുള്ള എൻ്റെ കുടുംബത്തിനുള്ള ശമ്പളവും കാര്യങ്ങളും ഒക്കെ തരുന്നത് അത്തരം നികുതിയിൽ നിന്നാണ് എന്ന് എങ്കിലും സാമാന്യ ബോധം ഈ സൈനികന് വേണ്ടേ? അതൊന്നും നോക്കാതെ ചില പ്രത്യേകമായ താല്പര്യത്തോടു കൂടി ആ കുട്ടികളെ ക്രൂരമായി ആക്രമിക്കുക മാത്രമല്ല, പാകിസ്ഥാനിലേക്ക് ആളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം എന്താണ് എന്നൊക്കെ ചോദിച്ചു വളരെ വർഗീയപരമായി അങ്ങനെ തന്നെ ചെയ്തതിൻ്റെ പേരിലാണ് അയാൾക്കെതിരെ കേസെടുത്തതും നടപടികൾ ആരംഭിച്ചതും. അത് ഏതെങ്കിലും സംഘടന ചെയ്തതൊന്നല്ല, കേരള സർക്കാർ ചെയ്തത് തന്നെയാണ്, പോലീസ് സംവിധാനം ചെയ്തത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്ത ഈ സൈനികന് എവിടുന്ന് കിട്ടി എന്നുള്ളത് കൂടി ശശികല അടക്കമുള്ള ആളുകളൊന്ന് പരിശോധിക്കണ്ടേ? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ നാട്ടിൽ പ്രശ്നമുണ്ടാക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരരുത്. കാരണം ഇത് പ്രശ്നം ഉണ്ടാക്കാനല്ല, ഉള്ള പോലെ പറയണം. അപ്പം അങ്ങനെ പ്രതിഷേധങ്ങൾ, ജനകീയ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നിയമ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ പിന്നെ അവിടെ എന്താണ് കുട്ടികളെ ഭീകരവാദികളാക്കുന്ന വിവാസം, സാമ്പത്തിക സ്രോതസ് ED, പിന്നെ മതഭീകര ബന്ധം, കുട്ടിക്കടത്ത് തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ, അപ്പോൾ NIA തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെ ഞങ്ങൾ കൊണ്ടുവന്നുകൊണ്ട്, കാരണം കേന്ദ്രം അവരാണല്ലോ ഭരിക്കുന്നത്, ഞങ്ങൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നുള്ളത് നെട്ടിക്കൽ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് നടത്തുക. അല്ല, അത്തരത്തിലുള്ള അന്വേഷണം നടത്തുന്നതിനോടോ അന്വേഷണങ്ങൾ വരുന്നതിനോടോ യാതൊരു വിധത്തിലുള്ള വിമുഖതയും ഞാൻ മനസ്സിലാക്കുന്ന മുസ്ലിം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല. കൃത്യമായി ഓരോ മാസവും അത് AP ആകട്ടെ, EK ആകട്ടെ, മുജാഹിദ് ആകട്ടെ, മുസ്ലിം സംഘടനകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവനും അതിൻ്റെ ഡാറ്റാസ് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അന്വേഷണ ഏജൻസികൾ ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് മാസാമാസം അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പുറമേ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പോൾ ആ കാര്യത്തിൽ ബേജാറില്ല, ഞെട്ടലില്ല എന്നുള്ളത് ശശികല അടക്കമുള്ള ആളുകളോട് സൂചിപ്പിക്കുക. 2026 ഏപ്രിൽ 29 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചെറുവണ്ണൂരിൽ ശശികല പ്രസംഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി പറഞ്ഞു വെക്കാമെന്നറിയില്ല. ഏതായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു വളരെ മോശപ്പെട്ട ഒരു വർഗീയപരമായ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ മദ്രസ കുട്ടികളെയൊക്കെ ആക്രമിക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ അവർ ഹോസ്പിറ്റലിലാവുകയും അവിടെ ജനകീയപരമായ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ നടക്കുകയും പോലീസ് കേസെടുക്കുകയും ഒക്കെ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കേസിൽ ഇപ്പോൾ ആ സ്ഥാപനത്തിനെ ഞെട്ടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ടുവരും, കേന്ദ്ര ഏജൻസികളെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങൾ, അതായത് ആക്രമിക്കപ്പെട്ടാൽ, അതായത് വർഗീയപരമായ മനോഭാവത്തോടു കൂടി ആരുടെയെങ്കിലും കയ്യിൽ നിന്ന്, ഇത്തരം സംഘപരിവാര മനോഭാവത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കപ്പെട്ടാൽ മുണ്ടാതിരുന്നോണം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനമാകട്ടെ, നിങ്ങളുടെ ബിസിനസ്സാകട്ടെ, മറ്റുള്ളതാകട്ടെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ള അത്തരം ഞെട്ടിക്കൽ സന്ദേശമാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു സന്ദേശമാണ് ശശികലയെ പോലെയുള്ള ആളുകളൊക്കെ
ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞെട്ടാൻ നിന്നാൽ ഞെട്ടാനേ നേരണ്ടാവുള്ളൂ. അതായത് ഈ നിയമപരമായ എന്ത് സംഗതികളെയും നേരിടാൻ സജ്ജമായി. ഇത്തരം ഞെട്ടിക്കൽ കൊണ്ടൊന്നും ഇവിടുത്തെ സംഘപരിവാര ഫാസിസത്തിൻ്റെ നെറികേടുകളെക്കുറിച്ച് മൗനമായി നിൽക്കൂല എന്നുള്ളത് ഉറക്കെ കാണിച്ചു കൊടുക്കുക. ഇന്ത്യ രാജ്യത്തെ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം ഞങ്ങളതിന് വില്ലിങ് ആവില്ല, ഞങ്ങളതിന് കിട്ടൂല എന്നുള്ളത് ഉറക്കെ പറയുക എന്നുള്ളത് തന്നെയാണ്, നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഓരോ പൗരനും, അതിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനും ഒക്കെ എടുക്കേണ്ട നിലപാട്. പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാര ഫാസിസ്റ്റ് ശക്തികൾ അവസാനത്തെ അടവാണിത്. ഞങ്ങൾ മറ്റോലെ കൊണ്ടുവരും മറിച്ചോലെ കൊണ്ടുവരും എന്ന് പറഞ്ഞാണ്ടുള്ള അങ്ങനത്തെ ഓല് വന്നാൽ ഓലെന്താ വെച്ചാൽ തീരുമാനിച്ച മാതിരി ആയിക്കോട്ടെ. അത് കരുതിയിട്ട് ഈ ചെയ്യുന്ന ചെയ്തികൾക്കെതിരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രം തന്നെ ഇന്ത്യ രാജ്യം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇവിടെ കാട്ടിയ നെറികേടുകൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും അവർക്കെതിരെ ശബ്ദിക്കാതെ നമ്മളെ പൂർവികന്മാരും അടങ്ങി നിന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ചരിത്രപരക്ക് വല്ലതും അറിയോ? ഏതായാലും ഇതൊന്നും ശരിയല്ല. ഇത് നാടിനെ തകർക്കാനുള്ള വർഗീയ ശക്തികളുടെ ശ്രമമാണ്. അതിനെതിരെ മതേതര ചേരികൾ ആ നാട്ടുകാർ ഒന്നിച്ചു നിന്നുകൊണ്ട് സമാധാനപരമായി ആ നാട്ടിൽ ജീവിക്കാൻ, എല്ലാവർക്കും ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത്തരം നിലപാടുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.